ലോകത്തെ വിരലെണ്ണാവുന്ന വൻ ശക്തികൾക്ക് മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു വൻ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തുന്നു എന്നുള്ള ഒരു വമ്പൻ വാർത്ത തന്നെയാണ് ലോകത്ത് നിന്ന് വരുന്നത്. ഇതിൽ റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഇന്ത്യയുടെ വമ്പൻ നീക്കമെന്നാണ്. അതായത് ഇന്ത്യയുടെ റഡാർ പരിധിയിൽ 10,000 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സംവിധാനങ്ങളും പെടും എന്നുള്ളത് തന്നെയാണ് ഈ വലിയ നൂതന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയേണ്ടി വരും. 8,000 തൊട്ട് 10,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ദീർഘദൂര റഡാർ സംവിധാനമായ വോറൈനിഷ് സംവിധാനം ഇന്ത്യ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ICBMകൾ ഒപ്പം തന്നെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അടക്കം ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനം. 500ഓളം വിവിധ തരത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ ഈ റഡാറിന് കഴിയും. ഈ റഡാറിൽ ചൈന പൂർണ്ണമായി തന്നെ ഈ റഡാറിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ തെക്കൻ മധ്യ ഏഷ്യ പൂർണ്ണമായി വരുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഈ റഡാറിൽ വരുന്നുണ്ട്. ഒരു വലിയ സംവിധാനം എന്ന് പറയേണ്ടി വരും. $4 ബില്യൺ ചെലവ് വരുന്ന ഒരു സംവിധാനമാണ്. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിലെത്തി പുടിനുമായി ഈ കരാറിൽ ഒപ്പിടുകയായിരുന്നു. $4 ബില്യൺ വരുന്ന ഒരു വലിയ കരാറാണ്. വലിയ സംവിധാനം എന്ന് തന്നെ പറയേണ്ടി വരും. പാകിസ്ഥാനും ചൈനയും അടക്കം ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഒരു റഡാർ സംവിധാനത്തിൽ വരുന്നു എന്നുള്ളത് തന്നെ. അതായത് 10,000 കിലോമീറ്ററിന് അപ്പുറത്തു നിന്ന് തന്നെ ശത്രുവിൻ്റെ നീക്കം തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഈ റഡാർ സംവിധാനം സ്ഥാപിക്കുന്നത് കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണ്. ഈ ചിത്രദുർഗ ജില്ലയിലാണ് നമ്മുടെ സൈന്യത്തിൻ്റെയും മറ്റും അതീവ രഹസ്യമായ പല സംവിധാനവും ഉള്ളത്. അവിടെ ഇതിനുള്ള സർവേകളൊക്കെ വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടെയാണ് ഈ വലിയ റഡാർ സംവിധാനം വരുന്നത്. ഇന്ത്യയും റഷ്യയുടെ അൽമാസ് ആൻഡ് കോർപ്പറേഷനും ചേർന്നാണ് സംയുക്തമായിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും നൂതന റഡാറാണ് ഇത്. ലോകത്തെ വിരലെണ്ണാവുന്ന വമ്പൻ രാജ്യങ്ങൾക്ക് മാത്രം സ്വായത്തമായിട്ടുള്ള വലിയ ദീർഘദൂര റഡാർ സംവിധാനം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായ ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.